അല്ലെങ്കിൽ അവിടെ നരകവും സ്വർഗവും ഇതൊക്കെ തീരുമാനിക്കുന്ന കർമ്മത്തിനനുസരിച്ചാണ് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ തൃപ്തി കാക്ഷിക്കാതെ കുടുംബത്തിൻ്റെ മറ്റുള്ളവരുടെ തൃപ്തി മാത്രം ആലോചിച്ചുകൊണ്ട് ജീവിച്ച ആളുകളാണ്. എന്നുള്ളത് കുറച്ചൊരു നീട്ടണം. മറ്റ് സ്ഥലത്ത് ബിഹി ബസീറ വലാ ഉഖ്സിമു മറ്റ് മുൻഫസിൽ ബിശ്ശഫഖ് ഖാഫ് കൽക്കല വല്ലൈലി വമാ വസഖ് ഖാഫ് കൽക്കല വൽഖമരി ഇദാ തസഖ മണിച്ച് അവിടെ അയിനിന്റെ മുമ്പ് തെൻവീൻ വന്നാൽ ഇദ്ഹാറായിട്ട് ആ തെൻവീന്റെ വ്യക്തമായിട്ട് ചെയ്തു. തോന്റെ മുമ്പ് സുഖനായി വന്നാൽ മറച്ച് പഠിക്കും. وما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون. إن ربه بلى إن ربه كان به بصيرا. بلى നേരത്തെ ബല എന്ന് പറഞ്ഞാൽ അതേ എന്നുള്ള അർത്ഥം. ബല എന്നാൽ ഇന്ന റബ്ബഹു തീർച്ചയായും അവൻ്റെ രക്ഷിതാവ്. ഇന്ന തീർച്ചയായും റബ്ബഹു അവൻ്റെ റബ്ബ് കാന ആവുന്നു ബിഹി അവനെ പറ്റി ബസീറൻ കൃത്യമായി കാര്യങ്ങൾ നോക്കിക്കാണുന്നവരാണ്. ബസീർ എന്ന് പറഞ്ഞാൽ കാഴ്ച, ബസീർ എന്ന് പറഞ്ഞാൽ സീഗ മുബാലിഗ, അതായത് ഏറ്റവും കൂടുതൽ കരീം എന്നൊക്കെ പറഞ്ഞു. ബസീർ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിക്കാണുന്നവനാണ്, അറിയുന്നവനാണ് എന്ന അർത്ഥത്തിലാണ് ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ. അപ്പൊ അവൻ ഉദ്ദേശിച്ച പോലൊന്നുമല്ല, അല്ലാഹു അവനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അവന്റെ ജനനം മുതൽ
അവൻ്റെ എല്ലാ കാര്യങ്ങളും ജന്മം മുതൽ ജന്മത്തിന് മുമ്പ് തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. 2 മലക്കുകളുണ്ട് കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുക. ഒരു നിലക്കും അവിടുന്ന് ഒഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ യാതൊരു മാർഗമില്ല. ഇന്ന് റബ്ബഹു കാന ബിഹി ബസീറ, അവനെ കുറിച്ച് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട്. CCTV അല്ല. CCTV ആകുമ്പോൾ അവിടുന്ന് മാറിയാൽ കാണില്ല. പക്ഷെ ഇതെപ്പോഴും നമ്മളെ കൂടെ മായൽഫിദുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല, രേഖപ്പെടുത്തിയിട്ടുണ്ട്. തയ്യാറായി രേഖപ്പെടുത്താൻ തയ്യാറായി എന്ന മലക്കുകളെ ഇട്ടുകൊണ്ട് ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയില്ല. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച എന്നുള്ളത്. ഉൾക്കാഴ്ച, ബസർ കാഴ്ച, ബസീർ എല്ലാം നന്നായി കാണുന്നത്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച അല്ല. ബസീർ ബസീർ എന്ന് പറഞ്ഞാൽ എല്ലാം നന്നായി കാണുന്നത്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച, ബസർ കാഴ്ച. അവനെ ശ്രദ്ധിച്ചത് മുതൽ വിചാരണക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും നിരീക്ഷണത്തിലാണ്. സാധാരണ ഇവിടെ CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യുമ്പോൾ കുറച്ചൊരു ശ്രദ്ധ ഉണ്ടാവും. അതേ രീതിയിലാണ് ഇവിടെ ഒരു വാണിംഗ് ആയിട്ടാണ്. ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ്. അത് റഖീബാത്ത് 2 ഭാഗത്തും അടുത്ത ഭാഗത്തും നമ്മുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന മാലിക്കുകളുണ്ട്. അത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു ചില കാര്യങ്ങൾ സത്യം ചെയ്ത് പറയുന്നുണ്ട്. പലപ്പോഴും സത്യം ചെയ്ത് പറയുമ്പോൾ പിന്നീട് പറയാൻ പോണ കാര്യം കുറച്ചൊരു ഗൗരവമുള്ള വിഷയമായിരുന്നു, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമായിരുന്നു. മനസ്സിലാക്കുന്നു. ഇവിടെ പല ഉപസിമു ബിശ്ശഫ പല ഉപസിമു മദ്യ മുത്തസിലുണ്ട്. പല ഉപസിമു കാഫിൻ മൽക്കല പല ഉപസിമു ബിശ്ശഫ പല ഉപസിമു ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ പറയുന്നില്ല, ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ് വാക്കർത്ത വിരാം. പക്ഷെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ചില ഇതിൽ നമ്മുടെ മലയാളത്തിലുണ്ട് ചില പ്രയോഗം അങ്ങനെ. പിന്നെ അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഉണ്ട് എന്നുള്ള അർത്ഥം തന്നെ ചില പ്രയോഗങ്ങളുണ്ട്. ഇവിടെ ലാഭോപസിമു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നില്ല എന്നാണെങ്കിലും സത്യം ചെയ്ത് പറയുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ലാഭോപസിമു ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ബിശ്ശഫഖ് ഷഫഖ് എന്ന് പറഞ്ഞാൽ രാവിലെ വൈകുന്നേരം സൂര്യൻ ഉദിക്കാൻ നേരത്തെ ഉണ്ടാകുന്ന ആ ഒരു വെളിച്ചമുണ്ടല്ലോ, ഒരു ചുവന്ന കളറിലുള്ള അസ്തമയത്തിൻ്റെ സമയത്തുണ്ടാവും. അസ്തമയം കഴിഞ്ഞാൽ ഒരു ചുവന്ന കളറുണ്ടാവും. അതിനാണ് ഷഫഖ് എന്ന് പറയുന്നത്. സന്ധ്യ മുഖസിമു എന്ന് പറഞ്ഞാൽ കസമ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തു. അപ്പോൾ യഖ്സിമു സത്യം ചെയ്യുന്നു, ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു, നുഖ്സിമു നമ്മൾ സത്യം ചെയ്യുന്നു, ഉഖ്സിമു നീ സത്യം ചെയ്യുന്നു. അതൈന എന്ന് പറഞ്ഞിട്ട് നേരത്തെ അതൈന ആ കായാന ഇവിടെ ആണ്. ഉഖ്സിമു
ഉക്സിമു ഞാൻ സത്യം ചെയ്യുന്നു, ബിശ്ശഫഖ് ബി തന്നെ കൊണ്ട്, അപ്പോൾ സന്ധ്യാ ശോഭയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വല്ലൈലി വമാ വസഖ്, വല്ലൈലി ആ ഉക്സിമുക്കാണ് ഈ വാക്ക്. അപ്പോൾ രാത്രിയെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. സന്ധ്യാശോഭ അല്ലെങ്കിൽ പ്രഭാതത്തിന്റെ ഉണ്ടാവുന്ന ആ ചോല സന്ധ്യാശോഭ. രാത്രിയുമാണ്, രാത്രിയെ കൊണ്ട് സത്യം ചെയ്യുന്നു. ഒമ വസഖ അത് ഒരുമിച്ച് കൊടുക്കുമ്പോൾ അടക്കി വെക്കുമ്പോൾ ഉൾക്കൊള്ളുമ്പോൾ വസഖ. രാത്രിയിൽ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലാണ് എല്ലാ ജീവികളും കൂടാണ്, ശാന്തമായിട്ട് ഒതുങ്ങിക്കൂടുന്ന സമയമാണ് രാത്രി. എല്ലാ ജീവികളും മനുഷ്യരും ഒക്കെ. പക്ഷെ ഇപ്പം മനുഷ്യന്മാര് രാത്രി പുറത്തിറങ്ങുന്നത് വേറെ വിഷയമാണ്. ശരിക്ക് ആളുകൾ ശാന്തമായി കിടന്നുറങ്ങേണ്ട സമയമാണ് രാത്രി. വല്ലൈലി വമാ വസഖ് അത് രാത്രിയെ കൊണ്ടും അത് ഉൾക്കൊള്ളുമ്പോൾ അത് വസഖ. വസഖ തന്നെ ഉൾക്കൊള്ളുക, അടക്കി വെക്കുക, ഒതുക്കി വെക്കുക, അടക്കി വെക്കുക. രാത്രിയിൽ മൊത്തത്തിൽ എല്ലാം ശാന്താവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാവരും ഒതുങ്ങിക്കൂടുന്നതുകൊണ്ടാണ്. എല്ലാ ജീവികളും, പക്ഷികളാണെങ്കിൽ അവിടോട്ട് പോകും, മറ്റുള്ള ജീവികളൊക്കെ മാനത്തിലുള്ളവരെ മാനത്ത് പോകും, മനുഷ്യന്മാരെല്ലാം പരിയിൽ പോകും. അതാണ് രാത്രിയിലെ. ആ രാത്രിയെ കൊണ്ട് സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്യാം. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു മാത്രമേ സത്യം ചെയ്യാൻ പറ്റും. വൽ ഖമരി ഇദ തസഖ, വൽ ഖമർ അവിടെയും ആ വാവാത്തത് കസ്മത്താണ് സത്യയിലേക്ക്. വൽ ഖമരി ചന്ദ്രനെയും ഇത് തസഖ് ഇതാ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇതാ ആയാൽ അത്തസഖ് അതിൻ്റെ പൂർണ്ണത പ്രാപിച്ചാൽ. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഹിലാലുണ്ട്, കമറിന് ഹിലാല്, കമർ, ബദർ. ഹിലാൽ എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രൻ, ചെറിയ ചന്ദ്രൻ. കമർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ചന്ദ്രൻ. ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ. വന്നപ്പോൾ പടി നടന്നപ്പോൾ പാട്ടാണ്. ബദർ തന്നെ പൂർണ്ണചന്ദ്രൻ ഞങ്ങളിൽ ഉദിച്ചിരിക്കുന്നു എന്നാണ് വിശ്വസിക്കാൻ പറയുന്നത്. അപ്പോൾ ബദർ തന്നെ പൂർണ്ണചന്ദ്രൻ, ഹിലാല് ബാലചന്ദ്രൻ. ഇവിടെ പൂർണ്ണചന്ദ്രൻ, പൂർണ്ണചന്ദ്രനെ കൊണ്ടും അതിന്റെ ശോഭ, അതിന്റെ വെളിച്ചം പൂർണ്ണമായിട്ട്. ചന്ദ്രൻ പൂർണ്ണം തന്നെയാണ് എപ്പോഴും, ചന്ദ്രൻ എപ്പോഴും പൂർണ്ണമാണല്ലോ. പക്ഷെ അതിന്റെ വെളിച്ചാണ് എന്ത് ചെറുതും വലുതുമായി വരുന്നത്. അതിന്റെ പൂർണ്ണ ബദറായ തന്നെ, ബദർ തന്നെ പൂർണ്ണ തന്നെ. ഈ വസപ്പും കസപ്പും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? വസപ്പ് വസപ്പ് തന്നെ അടങ്ങുക, ഒതുങ്ങുക, ഒതുങ്ങിക്കൂടുക, ഉൾക്കൊള്ളുക, എല്ലാറ്റിനും ഒരു ബൗണ്ടറിയിലാക്കിയിട്ട് ഒതുക്കി വെക്കുക. സെക്കൻഡ് തന്നെ അടങ്ങിയതാണ്. തന്നെ സുക്കൂന് നമ്മള് പത്തയൊക്കെ നമ്മൾ സുക്കൂന് തന്നെ അനക്കില്ലാത്തത്, ഹർക്കത്ത് തന്നെ അനക്കുള്ളത്. സുക്കൂൻ ഹർക്കത്തിന്റെ എതിരാണെന്ത്? സുക്കൂന്. സെക്കൻഡ് തന്നെ അടങ്ങിയതാണ്. അപ്പൊ ആ സാധനത്തിന് ഒരു അനക്കൂല. നമ്മൾ സുക്കൂൻ ഇട്ട് കഴിഞ്ഞാല് പിന്നെ അത് അനങ്ങൂല, അവിടെ നിൽക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ
അള്ളാഹു പറഞ്ഞേ ലതർക്കബുന്ന തബഖൻ അൻ തബഖൻ ലതർക്കബുന്ന റക്കിബ റക്കിബ യർക്കബു കയറും തർക്കബു അവൻ കയറും തെർക്കവും നീ കയറും നെർക്കവും നമ്മൾ അർക്കവും അതൈന യർക്കവും അവൻ കയറും തെർക്കവും നീ കയറും. ഇവിടെ എന്താണ്? ഇവിടെ തെർക്കവും ലാ പ്ലസ് നമ്മൾ യർക്കബു അവൻ കയറും. അതെങ്ങനെ മലയാളത്തിൽ ചേർന്നുണ്ട്? നെർക്കബു നമ്മൾ കയറും. നെർക്കബു നമ്മൾ ഞങ്ങൾ. പിന്നെ അർക്കം ഞാൻ കയറും. അതൈനാവ് പറഞ്ഞല്ലോ. ആ തായാനാവ് എന്റെ മുമ്പിൽ വരുമ്പോ ഭാരതത്തിന്റെ അക്ഷരങ്ങളാണ് എന്താണ് ഇല്ലാതെ തയ്ക്കില്ല. ഉറപ്പായിട്ടും തെർക്കബു നീ കയറും ഇന്നാണ് തീർച്ചയായും. രണ്ട് സൈഡിലും എവിടെയെങ്കിലും രണ്ട് സൈഡിലും തകീരുണ്ട്. അപ്പൊ എന്താണ്? നീ കയറുക തന്നെ ചെയ്യും. തീർച്ചയായും നീ കയറുക തന്നെ ചെയ്യും. ലതർക്കബുന്ന തബഖൻ തബഖൻ താബിക്കൻ താബുക്കൻ താബിക്കൻ താബിക്കുൽ അവൽ താബിക്കുൽ താനി ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഒക്കെ പറഞ്ഞില്ലേ? താബിക് ഫ്ലോർ തബഖ് തട്ടല്ലേ? തബഖ് നമ്മൾ ഉപയോഗിച്ചിട്ട് പഠിച്ച തബഖ് ഓർക്കുണ്ടാക്കുക. ആർക്കെങ്കിലും അറിയുന്നറിയില്ല. തൗക്കസി തൗക്കസി ഈ മറ്റേ സാധാരണ പിഞ്ഞാണത്തിന്റെ പരന്ന പ്ലേറ്റില്ലേ? ബസി തന്നെ പ്ലേറ്റ്. പണ്ട് ബസി തന്നെ പ്ലേറ്റ്. തൗക്കസി എന്ന് പറഞ്ഞാല് ആ പരന്ന പ്ലേറ്റിനാണ് തൗക്കസി. തബഖ് സഹൻ സാൻ എന്ന് പറഞ്ഞത് അത് ശരിക്കും സഹനാണ്. സഹൻ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് എന്നാണ്. ഇതാണ് നമ്മളെ സാന് തന്നെ വലിയ തളികണ്ടല്ലോ. തളികക്ക് തബഖ് തന്നെ തളിക എന്നുള്ള അർത്ഥമുണ്ട്. സാന് നമ്മൾ പറഞ്ഞ സഹനാണ്. അത് നമ്മൾ പറയുമ്പോൾ സാനാണ് സാനുണ്ടാവും. അല്ലെങ്കിൽ സാനുമായി കൊടുത്താൽ തബഖന മൂടി തട്ടിനും പറയും തബഖ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ ഓരോരോ ഫ്ലോർ ഈ തട്ട് അത് തളിക എന്നുള്ളത് തളിക പറയും. അതിന്റെ വേറെ പേരാണ് സഹന്. വണ്ടിന്റെ ക്ലച്ച് പ്ലേറ്റിനൊക്കെ എന്താ പറയാ? സഹൻ ക്ലച്ച് എന്ന് പറയാം. ക്ലച്ച് പ്ലേറ്റ് സഹൻ തന്നെ പ്ലേറ്റാണ്. ഇവിടെ തബഖ് തബഖന്റെ തട്ട് പടിപടിയായി കയറുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലതർക്കബുന്ന തീർച്ചയായും നിങ്ങൾ കയറുക തന്നെ ചെയ്യും. തബഖൻ അൻ തബഖ് പടിപടിയായി. അതിന് പല വ്യാഖ്യാനം കൊടുക്കലുണ്ട് പല ആൾക്കാരും. നമ്മളെ ഓരോരോ ഇതിലെ പുരോഗമനത്തിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ അവസാനം വരെ ഉള്ള സ്റ്റേജുകളെ കുറിച്ചുള്ളത്. അത്
അതായത് ഇന്ദ്രിയത്തുള്ളി മുതൽ ഇന്ദ്രിയം മുതൽ ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما وكسونا العظام لحما ثم أنشأناه خلقا آخر. അപ്പോഴാണ് ഒരു കുട്ടിയായി വരുന്നത്. അത്രയും ഘട്ടങ്ങൾ വയറിൽ തന്നെ നീങ്ങിക്കൊണ്ട് ഓരോ ഘട്ടങ്ങളും. പിന്നെ ഒരു മനുഷ്യനായിട്ട് ഒരു മനുഷ്യക്കുട്ടിയായിട്ട് പിറക്കുന്നുണ്ട്. ആ മനുഷ്യക്കുട്ടിയായി പിറന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ സ്റ്റേജുണ്ട്. ശൈശവുണ്ട്, പിന്നെ പിന്നെ ബാല്യം, പിന്നെ കൗമാരം, പിന്നെ യൗവനം, വാർദ്ധക്യം, രോഗം, ആരോഗ്യം, പ്രയാസങ്ങൾ, പിന്നെ മരണം. മരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ബർസഖുണ്ട്. ബർസഖ് കഴിഞ്ഞതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതിന് ശേഷം പിന്നെ വിചാരണയുണ്ട്. ഇതൊക്കെ മനുഷ്യൻ അള്ളാഹുവിലേക്ക് എത്തുന്ന, അതായത് മനുഷ്യന്റെ തുടക്കം മുതൽ അള്ളാഹുവിലേക്ക് എത്തുന്നത് വരെയുള്ള ഈ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് വിശ്വാസിയാണെങ്കിലും വിശ്വാസി അല്ലെങ്കിലും ഇതൊക്കെ തരണം ചെയ്ത് നിർബന്ധമാണ്. അള്ളാഹുവിലേക്ക് എത്തും. അവർ വിശ്വസിച്ചാലും വിശ്വസിച്ചിരിക്കും. എല്ലാത്തർക്കുന്ന തബക്കൻ അൻ തബക്കൻ. നമ്മൾ പല ഘട്ടത്തിലായിട്ട് നമ്മൾ കയറുക തന്നെ ചെയ്യും. പഠിച്ച വാക്യല്ലേ ഫമാലവും എന്താണ് മാ എന്ത് ലവും അവർക്ക് എന്ത് പറ്റി? മാലവും മാലക്ക് എന്താ നിനക്കെന്താ എന്താ എന്റെ പ്രശ്നം എന്നൊക്കെ പറയൂ. മാലക്ക് എന്താണ് എന്റെ പ്രശ്നം? മാലവും അവർക്ക് എന്ത് പറ്റി? ലായുമീനൂൻ അവർ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്? ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ കാണുന്നുണ്ട്. ഒക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത്? നിഷ്കളങ്കായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അവർ വിശ്വസിക്കും. പക്ഷെ അവിശ്വാസികളായിട്ട് വിശ്വാസത്തിന് എതിരിൽ നിൽക്കുന്ന, സത്യത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് തെളിവ് കൊടുത്താലും ഒരു കാര്യം ഉണ്ടാവില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എന്തെങ്കിലും പഠിച്ചില്ലേ, വലിയതിനൊക്കെ പ്രൂഫ് ഈ തെക്കീബ്. ആ കാഫറുകൾ എപ്പോഴും നിഷേധത്തിലാണ്. ഒരു എന്ത് തെളിവ് കൊടുത്തിട്ടും കാര്യമില്ല. അത് ആ കൺപിടുത്തം പിടിച്ചുകൊണ്ട് നിൽക്കും. അതായത് ഒരാളോട് പറഞ്ഞു, പിന്നെ തവള ചാടുന്നത് കാലുകൊണ്ടാണ്. അപ്പോ വേറെ ആൾ പറഞ്ഞല്ല വയറുകൊണ്ടാണ് ചാടുന്നത്, വയറ് വീർപ്പിച്ചിട്ടാണ് ചാടുന്നത്. അങ്ങനെ തർക്കായി. എന്നാൽ നമ്മൾ ചെക്ക് ചെയ്യാതെ അങ്ങനെ ഒരു തവളനെ കുറിച്ചുണ്ട്. ആദ്യം ഒരു കാല് വെട്ടി, എന്നിട്ടിങ്ങനെ കൈ വെട്ടിപ്പോൾ ഒരു സെഡിക്ക് ചെയ്തിട്ട് ചാടി. രണ്ടാമത്തെ കാലം കുറിച്ചു, എന്നിട്ട് കൈ വെട്ടിപ്പോൾ തവള ചാടുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇപ്പോൾ കണ്ട കാല് പോയപ്പം തവള ചാടുന്നില്ല, വയറുകൊണ്ട ചാടുന്നതിൻ്റെ തവള ചാടുന്നുണ്ടോ? അപ്പോൾ ചാടുന്നില്ല. അപ്പോൾ ഇയാൾ തവളൻ്റെ കാലുണ്ടെങ്കിൽ തവളക്ക് ചെയ്യുകയില്ല. അതുകൊണ്ടാണ് കൈ വെട്ടിയിട്ട് തവള ചാടാത്തത്. അപ്പോഴും കാലുകൊണ്ട ചാടുന്നത് അംഗീകരിക്കുന്നില്ല എന്ന രീതിയിലാണ്. ഏത് തെളിവ് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അങ്ങപ്പുറം എന്തെങ്കിലും പറയാനല്ലാതെ, അതായത് അത് ശരിയാണെന്ന് അംഗീകരിക്കാനുള്ള ആ കിബറുണ്ടല്ലോ, അതാണ് ശരിക്ക് ഈ കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. മുസ്ലിം അല്ലല്ലോ ശരിക്ക് കാഫിർ. മുസ്ലിങ്ങൾക്കല്ല കാഫിർ എന്ന് പറയാം. കാഫിർ എന്ന് പറയുന്നത് നിഷേധിയാണ്. ഒരു സംഗതി മനസ്സിലായതിനു ശേഷം നിഷേധിക്കുന്നതിനാണ് എന്താ പറയുക കാഫിർ, നിഷേധി എന്നറിയാം. മനസ്സിലാകാത്തൊരു സംഗതി ചെയ്യാതിന് നിഷേധി എന്നറിയില്ല. കാര്യം മനസ്സിലായി എന്നിട്ടും ചെയ്യാതിരിക്കുക, അത് ശരിക്കും കാഫിർ.
എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും കാഫറല്ല. وإذا قرئ عليهم القرآن لا يسجدون. وإذا قرئ إذا നമ്മൾ പഠിച്ചാണ് വാ അത്തഫിന്റെ ഹാലിൽ ഇതാ കുരി അറിയാലോ വായിച്ചു. വായിച്ചു. വായിക്കപ്പെട്ടു. 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 മജ്ഹൂലാണ്. വായിക്കപ്പെട്ടു. വായിക്കപ്പെട്ടാൽ അലൈഹിം അവരെ അല്ല അവരുടെ മേൽ അർത്ഥമാണെങ്കിലും വാക്കർത്ഥം പറയുമ്പോ അല തന്നെ മേൽ തന്നെ. ഹിം ഹിം തന്നെ എന്താ ലമീർ മുത്തസിലാണ്. അതിന് മുത്തസിലും ഹും എന്നുള്ളത് മുത്തസിലും മുമ്പസിലും തന്നെയാണ്. ഹു എന്നുള്ളതാണ് ഹു. അലൈഹി അലൈഹു അലൈഹി അത് ഹു എന്നാണ് ശരിക്കും. പക്ഷെ അല വരുമ്പോ എന്താവും? കസ്റാവും, ജറായും. അവരെ അലൈഹിം അവരുടെ മേൽ ഓതപ്പെട്ടാൽ അൽ ഖുർആൻ ഖുർആൻ ഓതപ്പെട്ടാൽ ലാ യസ്ജുദൂൻ സജദ സുജൂദ് ചെയ്തു. സജദ സുജൂദ് ചെയ്തു. യസ്ജുദു സുജൂദ് ചെയ്യും. യസ്ജുദൂന യസ്ജുദാനി യസ്ജുദൂന യസ്ജുദൂന അവർ സുജൂദ് ചെയ്യും. ലാ യസ്ജുദൂന അവർ സുജൂദ് ചെയ്യുകയില്ല. തിരിച്ചുള്ള അർത്ഥമാണ്. നിഷേധത്തിന് ശരിക്കും ലായും ലമ്മ് ലന്ന് മാ നിഷേധത്തിന് ഉപയോഗിക്കുന്നത്. ലാ ഇല്ല ലമ്മ് പറഞ്ഞാൽ ഇല്ല തന്നെ. അത് മുതാരിയായതിന്റെ മുമ്പിലാണ്. ലന്ന് തന്നെ ഒരിക്കലും ഇല്ല എന്നുള്ളത് ഇവിടെ പറഞ്ഞല്ലോ. അല്ലയ്യഹൂർ ഇല്ലേ? കുറച്ചു മുമ്പ് അല്ലയ്യഹൂർ ഒരിക്കലും തിരിച്ചു പോകൂല. ഇന്നഹൂ തന്നെ അല്ലയ്യഹൂർ ലയ്യഹൂർ ഒരിക്കലും നടക്കും. അവിടെ പിന്നെ ഒരു ചാൻസും ഇല്ല. മതലും ഇല്ല. നമ്മൾ പിന്നെ ഒന്ന് പഠിച്ചത് ഫ്യൂച്ചറിനെ കാണിക്കാനേ അത് സൗഫ വന്നാല് ഒരു മുതാരിയായ പേരിന് ഭാവി മാത്രമായിട്ട് പ്രത്യേകാഭിനാണ് സൗഫിയും സായും ഉപയോഗിക്കുക. അല്ല ഞാൻ രണ്ടർത്ഥം കിട്ടും. പ്രസന്റും ഫ്യൂച്ചറും കിട്ടും മുതാരിയായ പേരിന്. അപ്പോൾ യജ്ജുദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്നു എന്നുള്ള അർത്ഥം കിട്ടും, സുജൂദ് ചെയ്യുന്നുള്ള അർത്ഥം കിട്ടും. അപ്പൊ അതിന്റെ പ്രത്യേക ആക്കാനാണ് സായോ സൗഫെ ഭാവിനെ മാത്രമാക്കാൻ. പിന്നെ അവിടെ പ്രസന്റിന്റെ അർത്ഥം വരില്ല. സായോ സൗഫെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാ യസ്ജുദൂന എന്ന് പറഞ്ഞാൽ അവർ സുജൂദ് ചെയ്യുന്നു. ലാ യസ്ജുദൂന അവർ സുജൂദ് ചെയ്യുന്നില്ല, ചെയ്യുകയില്ല.
ഇന്നഹു ظن أن لن يقول بلى إن ربه كان به بصيرا. ബല എന്നാൽ അതെ ബല എന്ന് പറഞ്ഞാൽ എന്നാലല്ല. ബല തന്നെ അതേ എന്നുള്ള അർത്ഥം. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറയല്ലോ, ബല്ല അതെ അതേ എന്ന് പറയുമ്പോ എതിരർത്ഥത്തിലും പറയും അതെ എന്നാൽ അർത്ഥം അത് എന്നാലല്ല അതിന് ബല് ബൽ പക്ഷെ ബല തന്നെ അതേ എന്നുള്ള അർത്ഥം. ബല ഇന്ന റബ്ബഹു തീർച്ചയായും അവന്റെ രക്ഷിതാവ് കാന ബിഹി ബസീറ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. ബല ഉഖ്സിമു ബിശ്ശഫഖ് സന്ധ്യാശോഭ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വല്ലൈലി വമാ വസഖ് ഉൾക്കൊള്ളുന്ന രാത്രി അല്ലെങ്കിൽ അടങ്ങി ഒരു കൂട്ടിയ അടക്കി വെച്ച രാത്രി തന്നെയാണ് സത്യം. സന്ധ്യാസമയം തന്നെ ഉദ്ദേശിക്കുന്നത് ഏതാ സന്ധ്യാസമയമാണ് സത്യം തന്നെ. അടക്കി വെച്ച് രാത്രി എന്ന് പറയുന്നത് അതെ അടക്കി വെച്ച രാത്രി സന്ധ്യാസമയം പ്രയോഗം എന്താന്ന് വെച്ചാൽ എല്ലാം ഒതുങ്ങി ശാന്തമായ സമയമുണ്ടല്ലോ രാത്രി. സന്ധ്യാസമയം എന്നല്ല പറയാം. സന്ധ്യാസമയം സന്ധ്യാസമയം സന്ധ്യാശോഭ സന്ധ്യാസമയത്തുണ്ടാകുന്ന ആ ചുവന്ന കളറുണ്ടല്ലോ, അത് അള്ളാഹു ഓരോരോ സംഗതികൾ പിടിച്ച് സത്യം ചെയ്ത അള്ളാഹിന്റെ സൃഷ്ടികളെ എന്തിനും പിടിച്ച് അതിൻ്റെയൊക്കെ നമ്മൾ കൂടുതൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുക. ഓരോ കാര്യം അള്ളാഹു പറയുന്ന ഓരോ സൃഷ്ടിനെ കുറിച്ച് ഒരു സന്ധ്യാശോഭ വേറെ എന്തെല്ലാം സംഗതികളുണ്ട്. സന്ധ്യമയങ്ങും നേരം എല്ലാം എല്ലാം മയങ്ങുന്ന സമയമാണ് സന്ധ്യ. അത് രാത്രിയിൽ നമുക്ക് പണ്ടൊക്കെ ഇവിടെ നിന്നാലേ നമുക്ക് കടല് എരമ്പട ഒച്ച വെക്കും നമ്മൾ വീട്ടിൽ. ഇന്ന് ബിൽഡിങ്ങുകളും കാര്യങ്ങളും മറ്റുള്ള കുറേ സംഭവങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മറ്റേ രാത്രി ആയി കഴിഞ്ഞാൽ പരപ്പനങ്ങാടി കടലിന് ചിലപ്പോൾ ഒച്ച കിട്ട് കേൾക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ പിന്നെ അതേമാതിരി ബാങ്കിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങി കൊടുക്കല് മൈക്കില്ലാതെ വാങ്ങി കൊടുക്കല് നമ്മളെ പെരുകി നോമ്പർക്കലൊക്കെ അങ്ങനല്ലേ ഭയങ്കര പള്ളിയിൽ നിന്ന് വാങ്ങി കേട്ടിട്ടാണ്. ഇപ്പം രാത്രി പൊതുവെ ശാന്തമാണ്, കാരണം എല്ലാം അടങ്ങുന്ന സമയമാണ്. അപ്പോൾ പിന്നെ രാത്രി കുറേ സജീവമായി. ഈ പകലിനെ കണ്ടി തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് രാത്രി. ചന്ദ്രൻ പൂർണ്ണത പ്രാപിക്കുന്നു. ഈ ചന്ദ്രന്റെ ശോഭ വെളിച്ചം പൂർണ്ണത പ്രാപിക്കുമ്പോൾ എന്ത് സത്യം ചെയ്യാൻ അതിൻ്റെ പിന്നിലുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മനസ്സിലാക്കുക. അങ്ങനത്തെ ഓരോരോ പ്രയോഗങ്ങൾ കേട്ടിട്ടാണ് ഈ സയന്റിസ്റ്റുകളൊക്കെ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ടാണ് അവർ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളിതിങ്ങനെ വായിച്ചാൽ പോകും, നമുക്ക് ഏൽക്കൂല. അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ കൂടുതലായി ഒന്നും കൂടി ശ്രദ്ധ കൊടുക്കും. ഇത് പിന്നെ പലതരം പിളർന്നു എന്നുള്ള അർത്ഥം. നമ്മളതിന് പ്രഭാതം പൊട്ടിവിടരുക എന്നൊക്കെ പറയാം അല്ലേ? ആ പൊട്ടിവിടരലാണ് ഫജറും അങ്ങനെ അതിനാണ്. ഫജർ പറഞ്ഞിട്ട് പൊട്ടി പിളരുക, പ്രഭാതം പൊട്ടിവിടുന്നു. എവിടെ പൊട്ടുന്നു? അപ്പോൾ എന്താണ് വിശ്വസിക്കാത്ത? എന്താണ് ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ കൃത്യമായി കണ്ടിട്ടു അറിഞ്ഞിട്ടും ഒന്നും എന്താ ആൾക്കാർക്ക് തനിക്കാണ് കയറാത്തത്. അങ്ങനൊരു പരലോകം ഉണ്ടെന്നും വിചാരം ഉണ്ടെന്നും ഒന്നും എന്താ ചിന്തിക്കാത്തത്.
ഇതാ ഒരു ആലയിക്കുമ്പോൾ ഖുർആൻ ഖുർആൻ കേട്ടിട്ട് അവര് സാഷ്ടാംഗം ചില അവർ സുജൂദിൽ വീഴുന്നില്ല. കാരണം കാലത്ത് ഇല്ലേ ഖുർആൻ കേൾക്കാൻ വേണ്ടി തന്നെ സുജൂദ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് സുജൂദ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. കാരണം അവർ ഉൾക്കൊണ്ടു, അവർക്ക് ഖുർആൻ മനസ്സിലാണ്ട്, നമുക്ക് മനസ്സിലായിട്ടാണ് ഇത് ഖുർആൻ വന്നപ്പോൾ അവർക്ക് അവർ വായിച്ച ക്ലിയർ അല്ലേ? ഒരു അതായത് നമ്മൾ പിന്നെ ഖുർആൻ പഠിക്കാൻ റെഡിയാണ്. നമ്മൾ പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഔത്തദാന്ന് പറഞ്ഞു, ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുത്തബിഅൻ, ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുത്തബിഅൻ ഔ മുഹിബ്ബൻ വലാ തകുൻ ഖാമിസൻ. ഇത് 4 കാര്യങ്ങളുണ്ട്. ആലിമൻ, നിങ്ങൾ ആലിമാണ്, പണ്ഡിതനാണ്. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ പഠിക്കുന്നവരാണ്, ഇൽമ് തേടുന്നവരാണ്. ഔ മുത്തബിഅൻ, പിൻപറ്റുന്നവരന്മാർ, അറിവുള്ള ആളുകളെ പിൻപറ്റുന്നവരാണ്. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ അതിനോടൊക്കെ ഒരു പഠിക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിനോടൊരു ഇഷ്ടമുള്ള ആളാകണം. വലാത്തക്കും ഖാമിസ, 5ാമത്തെ ആളുകളാകരുത്. അപ്പൊ സത്യത്തിൽ മുസ്ലിങ്ങൾ വിവരമില്ലാത്തവരാകില്ല. മുസ്ലിങ്ങൾ പഠിക്കണം. തലകൊലയും വരിയതത്തിന് അലാക്കുല്ലി മുസ്ലിമിനാണ്. അറിവ് തേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും സ്ത്രീൻ്റെയും പുരുഷൻ്റെയും ബാധ്യതയാണ്. അപ്പോൾ അറിവ് തേടിയ ഒരാൾ പുറപ്പെടാൻ മനസ്സിലാക്ക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഒരാൾ ഒരു അറിവ് തേടി ഒരുങ്ങി പുറപ്പെടുകയാണ്. സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ഒരാൾ അറിവ് തേടി പുറപ്പെടുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി കൊടുക്കുന്നു. അത് ഏതറിവാണ്? ഏതറിവ്, ആവശ്യമുള്ള ഏത് അറിവിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി. അപ്പോൾ അറിവ് നേടുക എന്നുള്ളതിന് ഇസ്ലാം ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. അതേസമയം അറിവ് നേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ അറിയാത്തതാണ്. ഖുർആൻ പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു قال عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم وما اجتمع قوم في بيت من بيوت الله, ഒരു കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ വീടുകളിൽ ഒരു വീട് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂടി ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. എന്നിട്ട് അവരെന്താ ചെയ്യണേ? യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ അവർ പാരായണം ചെയ്യണം. വയതദാറസൂന ബൈനഹും ബിഹി ബൈനഹും, അത് അവരെന്താണ് തമ്മിൽ അതിനെ കുറിച്ച് പറഞ്ഞ് ചർച്ച ചെയ്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ടീം ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അള്ളാഹിൻ്റെ ഗ്രന്ഥം ഖുർആൻ പഠിക്കാൻ വേണ്ടിയുള്ള നമ്മൾ ഒരുമിച്ച് കൂടി, അങ്ങനെ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഇല്ലാ നസലത്ത് അലൈഹിം സക്കീന, അവരെ മേലിൽ സക്കീനത്ത് പറഞ്ഞ സമാധാനം കറങ്ങാതെ ഇല്ല എന്ന് പറഞ്ഞാൽ സമാധാനം കറങ്ങിയിരിക്കും. അള്ളാന്റെ സമാധാനം അവരിൽ ഇറങ്ങിയിരിക്കുന്നു. ഇല്ലാ നസലത്ത് അലൈഹിം സക്കീന റഹ്മ, അവരെ കാരുണ്യം കൊണ്ട് മൂടും ഈ ആളുകൾ. ഈ അള്ളാന്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ റഹ്മത്ത് കൊണ്ട് മൂടിയിരിക്കും.
വഹഫത്തഹുമുൽ മലായിക, മലക്കുകൾ അവരെ ബോധിക്കും. ഖുർആൻ പഠിക്കുന്ന ആള് ഖുർആൻ പഠിക്കുമ്പോൾ നമുക്ക് ആ പഠിച്ച അറിവ് നമുക്ക് കിട്ടും, അതിന് കൂലി നമുക്ക് വേറെ കിട്ടും. അത് കൂടാതെ പള്ളിയിൽ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ കിട്ടണ കാര്യങ്ങളാണ്. റഹ്മത്തോട് അവർക്ക് സമാധാനം, എല്ലാ തരത്തിലുള്ള സമാധാനം ഉണ്ട്. വഹഫത്തഹുമുൽ മലായിക. പിന്നെ അതിൻ്റെ ഒക്കെ പുറത്ത് അള്ളാഹു അവരെ സ്മരിക്കും. ഫീമൻ എന്തവും, അള്ളാഹിൻ്റെ അടുത്തുള്ള ആളുകളുടെ ഇടയിൽ വെച്ച് അള്ളാഹ് ഈ ആളുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഇവരെ കുറിച്ച് പറയും. ആരാ അള്ളാഹിനുള്ളത്? മലക്കുകളാണ്. മലക്കുകളുടെ ഇടയിൽ അള്ളാഹു ഇവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഒരു സംഭവമല്ല നമ്മൾ ഖുർആൻ പഠിക്കാൻ. അതും കൃത്യമായിട്ട് പറഞ്ഞ് പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നതാണ്. അള്ളാഹിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് ഖുർആൻ പഠിക്കുകയും അത് ഓതുകയും കേൾക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടാണ് റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങുന്നത്. അത് ഏതൊരു ഇൽമിന്റെ സദസ്സിലും മലക്കുകൾ ഇറങ്ങുന്നത് മാത്രമല്ല ചെയ്യാം. എന്നിട്ട് അള്ളാഹിന്റെ അടുത്ത് ചൊല്ലും. അപ്പൊ അള്ളാഹ് ചോദിക്കും, എന്താണ് അവർ ചെയ്തത്? അവർ നിന്നെക്കുറിച്ച് പഠിക്കുകയാണ്. പിന്നെ അവരെന്താ ചോദിക്കണത്? അവർ സ്വർഗമാണ് ചോദിക്കുന്നത്. അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ? സ്വർഗം അവർ കണ്ടിട്ടില്ല. അപ്പോൾ സ്വർഗം കണ്ടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? കൂടുതൽ അതിനെക്കുറിച്ച് ചോദിക്കും. പിന്നെന്താ അവർ ചെയ്യണേ? ഒരു നരകത്തെക്കുറിച്ച് രക്ഷ ചോദിക്കണം. നരകം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതിനെക്കുറിച്ച് കൂടുതൽ പേടിച്ച് അതിന് രക്ഷപ്പെടും. എന്നിട്ട് മലക്കളോട് പറയും, അവർക്കെല്ലാം ഞാൻ പുറത്തു തൊട്ടു. അപ്പം മലക്കളുടെ ആ കൂട്ടത്തിൽ പഠിക്കാൻ വന്നവരല്ലാത്തവരും ഉണ്ട്. വെറുതെ ഇവിടെ അങ്ങനെ പള്ളിയിൽ ഇരുന്നപ്പം വന്നിരുന്നാൾ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നും വന്നതല്ല. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ആ കൂട്ടത്തിൽ. അവർക്കും പുറത്തു തൊട്ടു. അവരും ആ കൂട്ടത്തിൽ കൂടിയിരുന്നു. അപ്പോൾ ഇൽമിൻ്റെ സദസ്സിൻ്റെ പ്രത്യേകത ഉണ്ട്. ഏതൊരു ഇൽമിൻ്റെ സദസ്സിനും ഉള്ള പ്രത്യേകത മലക്കൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ വരും. എന്നിട്ട് അന്നേരം റിപ്പോർട്ട് ചെയ്യും. ഓതിയിട്ടുണ്ട് അല്ലേ? والقمر إذا اتسق